നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഡാർക്ക് സർക്കിൾസ്, അതായത് കണ്ണിനടിയിൽ ഉണ്ടാവുന്ന കറുപ്പ് മാറാനായിട്ടുള്ള ഒരു ഹോം റെമഡീനെ കുറിച്ചാണ്. പല ആൾക്കാരും പറയുന്ന ഒരു പരാതിയാണ് വില കൂടിയ ക്രീംസ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടും ഈ ഡാർക്ക് സർക്കിൾ അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ളത്. ഇതിനൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ നിർത്തിയിട്ടുണ്ടാവില്ല. ക്രീമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ ഡാർക്ക് സർക്കിൾ വരാനായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്രീം ഉപയോഗിക്കുമ്പം വലിയ മാറ്റമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്ന് നോക്കാം. നമ്മൾ ഡാർക്ക് സർക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. അതിൽ നമ്മൾ പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ ഡാർക്ക് സർക്കിളിന് പറ്റിയത്, കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹോം റെമഡീനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. കാരണം ഇത് ഞാൻ ആയുർവേദമൊക്കെ പഠിക്കുന്നതിന്റെ മുന്നേ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഈ കാരണങ്ങളിലേക്ക് ഒന്ന് പോവാം. ഉറക്കക്കുറവ് എല്ലാവർക്കും അറിയാം ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമാണെന്ന്. പല കാര്യങ്ങളായിരിക്കും. നമുക്ക് വർക്ക് പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ എക്സാം പ്രഷർ, സ്ട്രെസ്, ഇതുകൊണ്ടൊന്നും നമ്മുടെ ഉറക്കം ശരിയാവുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കൊരു 7-8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. അപ്പൊ പല ആളുകളും പറയുന്നത്, ഞാൻ ഉറങ്ങുന്നുണ്ട്, വൈകിയാണെങ്കിൽ പോലും ലേറ്റ് ആയി കിടന്നിട്ട് വൈകിയാണ് എണീക്കുന്നത്, അപ്പൊ 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പിന്നെ പല ആൾക്കാരും പറയുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 10 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന പോലെയല്ല നമ്മളൊരു 12 മണിക്ക് ശേഷം ഉറങ്ങുന്നത്. നമ്മുടെ ശരീരത്തില് റിപ്പയറും ഡീടോക്സും ഒക്കെ നടക്കുന്നത് രാത്രി ഒരു 10-10:30 ശേഷമാണ്. അപ്പൊ നമ്മളൊരു 10-10:30 ആകുമ്പോൾ കിടക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ പ്രോപ്പർ ആയിട്ട് ഈ പറഞ്ഞ ഡീടോക്സും റിപ്പയറും ഒക്കെ നടക്കും. പക്ഷെ നമ്മളൊരു 12 മണിക്ക് ശേഷം ഉറങ്ങുവാണെങ്കിൽ ഈ പറഞ്ഞ ഹോർമോൺ വ്യതിയാനത്തിനൊക്കെ കാരണമാവുന്നതായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മുടെ കണ്ണിനടിയിലുള്ള സ്കിന്നിലേക്കുള്ള മൈക്രോ സർക്കുലേഷനൊക്കെ അത് ബാധിക്കും. അപ്പൊ അതുവഴിയും ഡാർക്ക് സർക്കിൾ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് 10 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്ന 8 മണിക്കൂറും 12 മണിക്ക് ശേഷം ഉറങ്ങുന്ന 8 മണിക്കൂറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ നമ്മൾ സ്ക്രീൻ ടൈം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഹോം റെമഡി കൂടി നോക്കാം. ഈ ഒരു ഹോം റെമഡിക്ക് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരൊറ്റ കാര്യമാണ്, ഉരുളക്കിഴങ്ങ്. പൊട്ടറ്റോ മാത്രം മതി നമ്മുടെ ഈ ഒരു ഹോം റെമഡിക്ക്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുക. ഈ പേസ്റ്റ് ആണ് നമ്മൾ കണ്ണിന്റെ അടിയിലും മുകൾ ഭാഗത്തും ഒക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങുന്ന വരെ അങ്ങനെ അതിന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാനിന്റെ അടിയിലൊന്നും പോയി ഇരുന്നിട്ട് അത് ഉണങ്ങരുത്. പിന്നെ നമ്മൾ ഈ ലേപം ഇടുമ്പം ഒരുപാട് കട്ടിയിലും ഇടാൻ പാടില്ല, വളരെ നേർത്തതായിട്ടും ഇടാൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രം ഇടുക. ഇത് ഒരു മെത്തേഡാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് കണ്ണിൽ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ഉണ്ടാക്കാം. ഈ ജ്യൂസിൽ നമുക്ക് പഞ്ഞി മുക്കിയിട്ട് അത് നമുക്ക് കണ്ണിന്റെ ചുറ്റും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി വേറൊരു ഓപ്ഷൻ, ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് പൗഡർ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് പേസ്റ്റ് ആക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സ്റ്റാർച്ച് പൗഡർ വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് അതും നമുക്ക് കണ്ണിന്റെ ചുറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പൊട്ടറ്റോ സ്റ്റാർച്ച് എന്നൊക്കെ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ കൂടെ തന്നെ കുക്കുംബറും ഉരുളക്കിഴങ്ങും തുല്യ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും കണ്ണിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അതിൽ പഞ്ഞി മുക്കിയിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡീസ്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3-4 തവണയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസവും കണ്ടു തുടങ്ങുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേയും ഒരു
പാച്ച് ടെസ്റ്റ് കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് ഉരുളക്കിഴങ്ങിന്റെ പേസ്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. വേറെ റാഷസും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലെങ്കിൽ മാത്രം അത് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുക. ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേയും ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതുകൂടി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് തെരഞ്ഞെടുത്തു എന്നുള്ളത് കൂടി പറയാം. ഈ പൊട്ടറ്റോയിലുള്ള എൻസൈംസ് ഒക്കെ നമ്മുടെ പിഗ്മെന്റേഷൻ, മുഖത്തുണ്ടാവുന്ന ഈ പാടുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ ഇതിൽ വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു തണുപ്പ് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടി തന്നെ ഈ കണ്ണിന് ചുറ്റും ഉണ്ടാവുന്ന പഫിനെസ്, കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ വീർത്ത് നീര് വെച്ചതുപോലെയൊക്കെ ഇരിക്കില്ലേ, അത് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസ്, ഇപ്പൊ ലിവറിന് എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിലും കണ്ണിന് ചുറ്റും ഇങ്ങനെ പഫി ആയിട്ടിരിക്കുക, നീര് വെച്ച പോലെ തടിച്ചിരിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ണിന് ചുറ്റും പഫി ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പ് വരുത്തേണ്ടത് കൂടിയാണ്. ഇതുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ വില കൂടിയ ക്രീംസ് ഒക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഹോം റെമഡി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.